നേരത്തെ മാന്ദ്യം വരുന്ന വഴിയെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ മാന്ദ്യം ഒഴിഞ്ഞു പോകുന്ന വഴിയെപ്പറ്റി കഥയൊന്നുമില്ല എന്ന് പലരും ചോദിച്ചു. അങ്ങനെ ഒരു കഥയുണ്ട്. വലിയ മാന്ദ്യം, ഒരു കച്ചവട സ്ഥാപനത്തിന് കച്ചവടമില്ല, ഒരു സ്ഥലത്തും ട്രേഡിംഗ് നടക്കുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ എല്ലാ മാർക്കറ്റുകളും സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം ലക്ഷറി കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമിലേക്ക് അതീവ സുന്ദരനായ ചെറുപ്പക്കാരൻ ഓടി വന്നു. അദ്ദേഹം ആ ഷോറൂമിലേക്ക് വന്ന വഴി തന്നെ പറഞ്ഞത്, ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ഒരു കാർ എനിക്ക് വേണം എന്നാണ്. അങ്ങനെ അദ്ദേഹം കാർ വാങ്ങിക്കാൻ വരികയാണ്. ഇത് കണ്ട കടക്കാരൻ പെട്ടെന്ന് ഷോറൂമിൽ AC ഒക്കെ ഓൺ ചെയ്തു, ലൈറ്റൊക്കെ ഓൺ ചെയ്തു. കാരണം മാന്ദ്യമല്ലേ, എല്ലാം അടച്ചു പൂട്ടി വെച്ചേക്കാണ്. അപ്പൊ ഏറ്റവും വില കൂടിയ കാറിന് ഒരു ചെക്ക് എഴുതി കൊടുത്ത് ആ ചെറുപ്പക്കാരനോട് പോവുകയാണ്. ഉടനെ തന്നെ ആ കടവടമസ്ഥൻ സ്വന്തം ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ പ്രോമിസ് ഞാനിന്ന് പ്രാവർത്തികമാക്കാൻ പോവാണ്. കാരണം ഇവിടെ നിന്ന് ഒരു കാറെങ്കിലും വിറ്റു പോകുന്നൊരു ദിവസം വന്ന് അന്ന് നിനക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിത്തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ ഈ ഷോറൂമിലെ ഏറ്റവും വില കൂടിയ കാർ വിറ്റു. അയാൾ ഓടിപ്പോയി തൊട്ടടുത്ത ജ്വല്ലറി ചെന്ന് ഏറ്റവും വില കൂടിയ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കി. ആ ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കാൻ അദ്ദേഹം വന്നോട് കൂടിയിട്ട് ആ കടയിലെ മുഴുവൻ ആൾക്കാരും വളരെ ആഹ്ലാദത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ചുറ്റും ഓടിക്കൂടി നന്ദി പറഞ്ഞു. കടയുടമസ്ഥൻ പറഞ്ഞു, ഇവിടെ ആദ്യത്തെ ഡയമണ്ട് നെക്ലേസ് വിറ്റുപോകുന്ന ദിവസം ഇവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ഹോട്ടലിൽ ഡിന്നർ കൊടുക്കാം എന്ന് ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് ആ ഹോട്ടലിലേക്ക് പോവുകയും ഡിന്നർ ഓർഡർ ചെയ്യാനായിട്ട്. അതൊരു ചെയിൻ റിയാക്ഷൻ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് എല്ലാ സ്ഥാപനങ്ങളിലേക്കും ബിസിനസ് വീണ്ടും പുനരാരംഭിക്കാൻ തുടങ്ങി. ആ പുനരാരംഭിച്ച ദിവസം ആ ടൗൺ വളരെ ആഹ്ലാദത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മാന്ദ്യം മാറി എന്നെല്ലാവരും കണ്ടു തുടങ്ങിയ ദിവസം പത്രത്തിലൊന്ന് വാർത്ത കേട്ട് ആ ലക്ഷറി കാറുകൾ വിൽക്കുന്ന ആൾ ഞെട്ടിപ്പോയി. കാരണം അതൊരു മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഏറ്റവും ധനാഢ്യരായിട്ടുള്ള ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഒരാൾ ചാടിപ്പോയിരിക്കുന്നു. അയാളുടെ ഫോട്ടോ ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു. ഇയാളെ സൂക്ഷിക്കുക. ലക്ഷറി കാറിൽ വിൽക്കുന്ന കടയുടെ ഉടമസ്ഥ ഒന്നുകൂടെ ആ ഫോട്ടോ ഒരുക്കി നോക്കി. അത് മറ്റാരും വരുന്നില്ല. മാന്ദ്യം കൊടികുത്തിക്കുന്ന സമയത്ത് അവിടെ ലക്ഷറി കാറിന് ഓർഡർ കൊടുക്കാൻ വന്ന ആ ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ മാന്ദ്യം എന്ന് പറയുന്നത് ഇല്ലാതാവുന്നതും ചിലർ ചേർന്ന് ഇല്ലാതാകുമ്പോഴാണ്, അല്ലാതെ അത് സ്വയം ഇല്ലാതാവുന്നതല്ല.